യാസുനെ ഒന്ന് വെളിയിലേക്ക് കണ്ടൂലോ. എന്തേ ഇവള് വെളിയിൽ പോവാറില്ലേ? ഇക്ക പോയി കഴിഞ്ഞാല് യാസു എപ്പോഴും വീടിനകത്താണ്. ആണോടിയേ? കല്ല് വെറുതെ പറയാണ്. അത്യാവശ്യത്തിനൊക്കെ ഞാൻ വെളിയിൽ ഇറങ്ങാറുണ്ട്. കണ്ടോ, ഇപ്പൊ പറഞ്ഞത് കണ്ടോ, അത്യാവശ്യത്തിന് വെളിയിൽ ഇറങ്ങാറുണ്ട് എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്ന് പോകല്ലേ, വെറുതെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ ഈ ചൂടത്ത്? അങ്ങനൊന്നും നടക്കണ്ട. എന്നാലും നമ്മുടെ വീട് വരെയൊക്കെ ഒന്ന് വരാട്ടാ. മിക്കപ്പോഴും ഞാനാണ് ഇങ്ങോട്ട് വരാറ്. ഞങ്ങളും. കാന്താരിക്കുട്ടി ഉണ്ടോ? ഓർമ്മയുണ്ടോ കാന്താരിക്കുട്ടിക്ക് അങ്കിളിനെ? ഓർമ്മ ഉണ്ട്. എന്നാ പറയ്, എന്താ എന്റെ പേര്? അങ്കിള്. അത് നീ വിളിക്കണതല്ലേ, എന്റെ പേരെന്താണ്? എന്തോ ഒരു പേരുള്ള അങ്കിള്. പേര് മറന്നു തോന്നുന്നു. മോൾക്ക് ഓർമ്മയില്ലേ ഇവിടെ വെച്ച് അങ്കിളിനെ ടാറ്റ പറഞ്ഞതൊക്കെ? ഗൾഫിൽ പോവാനായിട്ടായിരുന്നു. ചോക്ലേറ്റ് ഉണ്ടാ? അമ്പടി ഗേമി, അപ്പൊ ചോക്ലേറ്റ് ഒക്കെ ഗൾഫിലുണ്ടെന്ന് അറിയാല്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. അശോ, അധികം കൊടുക്കണ്ടിക്ക. തിന്ന് പുഴുപ്പല്ലായിട്ടിരിക്കണേണ്. എന്റെ പല്ലി പുഴുവില്ല. കണ്ടോ, ക്ടാവിന്റെ പല്ലൊന്നും പുഴുവില്ല. അകത്തേക്ക് വാ. വൈകിട്ടാവട്ടെ, വീട്ടിലൊന്നും വെച്ചുണ്ടാക്കിയിട്ടില്ല. അല്ല, ഇപ്പൊ ഈ വെയിലത്ത് എങ്ങടേക്കാ? ഇവറ്റോളൂ ഒരു സമാധാനം തരണില്ലാന്നേ. രഘുവേട്ടന്റെ അടുത്ത് ആക്കിയിട്ട് വീട്ടിൽ പോയിട്ട് വല്ലതും ഉണ്ടാക്കാന്ന് വെച്ചു. അവധിക്കാലല്ലേ, തരക്കാരുടെ കൂടെ കളിക്കാൻ കിട്ടാഞ്ഞിട്ടാവും. അപർണയുടെ കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ എങ്ങടേക്കും വിടില്ലല്ലോ. അല്ല, പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്. കല്ലുന്റെ അടുത്ത് വന്നൂല്ലേ? ആളെങ്ങനെയാണ്? അവിടുത്തെ അങ്കിള് സാധനം. ഒന്നും മിണ്ടാതിരിക്കേ. അമ്മയും കുട്ടിയും പാവാണ് ട്ടാ. പിന്നെ ഹസ്ബൻഡ് പോലീസുകാരനാണ്. അതിൻ്റെതായ ഗൗരവമൊക്കെ കാണാണ്ടിരിക്കോ? അതൊന്നല്ല. കല്ലു ആരെയും കുറ്റം പറയണ്ടെന്ന് വെച്ചിട്ട് പറയാത്തതാണ്. നമ്മുടെ മാർക്കറ്റിൽ മീൻ വിൽക്കണ എന്നെ പറഞ്ഞത് ആള് ഭയങ്കര ചൂടനാണെന്നാണ്. അത് പിന്നെ പോലീസല്ലേടി. നമ്മുടെ ഗഡി എന്ത് പറയണു രഘു? സുഖായിട്ടിരിക്കണു. അല്ലിക്ക, ഇനി എന്നാ പോണേ? ഇതാണ് ഒരു ഗൾഫുകാരന്റെ ശാപം. വന്നിറങ്ങുമ്പോ മുതൽ ആളോട് ചോദിച്ചു തുടങ്ങും എന്നാ പോണേന്ന്. പോയി കഴിഞ്ഞാലോ വീട്ടുകാരോട് ചോദിച്ചു തുടങ്ങും എന്നാ വരണേന്ന്. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലാട്ടാ. ഇഷ്ടണ്ടെങ്കിൽ പോയാ മതി. ഓ, ഞങ്ങളൊന്നും അത്ര ഇഷ്ടത്തോടൊന്നും പോണവരല്ല. ഇക്കായ്ക്കും നാട്ടിലെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത് നല്ല ഐഡിയ ആണ്. രഘു ബിസിനസ് ഫാമിലി എന്നുള്ളതല്ലേ? ഒന്ന് ചോദിക്കണം എന്തൊക്കെയാ ഇവിടെ പച്ച പിടിക്കാൻ ചാൻസ് ഉള്ളതെന്ന്. അത് ഞങ്ങൾ വൈകിട്ട് വരുമല്ലോ, അപ്പൊ ചോദിക്കേ. രഘുവേട്ടൻ ഇക്ക വന്നു എന്നറിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. വൈകിട്ട് ചോക്ലേറ്റ് വെച്ചേക്കണം, കൊടുത്ത് തീർക്കരുത്. എന്റെ പൊന്നെ, നിന്റെ ചോക്ലേറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല കേട്ടാ. പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതറിന് മിന്നും ചിന്നും. നമ്മുടെ രണ്ട് താറാക്കുഞ്ഞുങ്ങൾക്ക് അവളിട്ട പേരാണ്. അതിനൊക്കെ പേരിട്ടിട്ടുണ്ടാ? ഓക്കെ ഓക്കെ, ശരി എന്നാ ചെല്ലട്ടെ, നല്ല ചൂടുണ്ട്. ഓക്കെ. സ്നേഹം നിക്കണു, പോയി മിണ്ടിയാലോ? സ്നേഹ, അശ്വിൻ എത്തിയിട്ടുണ്ട്. അതിന് ഞാൻ എന്തൊട്ടാ വേണ്ടേ? ചെന്ന് സംസാരിക്കണില്ലേ? എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പൊ പിണക്കത്തിലാണ് അല്ലേ? പിണക്കൊന്നുമല്ല, എന്നാലും ഒന്നും സംസാരിക്കാനില്ല. വെറുതെ നിന്നോണ പറയണ്ട. പാവോടെ ഇങ്ങനെയൊക്കെ എന്നെ നോക്കി നിക്കണുണ്ട്. അവിടെ നിക്കട്ടെ, ചതിയൻ. എന്നോടൊരു സ്നേഹവും ഇല്ല. നിന്നോട് ഇതുവരെ പറഞ്ഞേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തുട്ട്? സമയം എത്രയായി? സമയം ചോദിക്കണു. പോക്കറ്റിൽ മൊബൈൽ ഉണ്ടല്ലോ, നോക്കിക്കോട്ടെ ടൈം അതിനകത്ത്. അയ്യോ, പാവം പോയി. പോട്ടെ, വഞ്ചകൻ. അശ്വിൻ 4:30 ആയിട്ടാ. താങ്ക്സ്. നീ എന്തുട്ടാ സംസാരിക്കാൻ പോയേ? അത് കൊള്ളാം. നീ സംസാരിക്കണില്ല എന്ന് വെച്ചിട്ട് ഞാനും സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? എന്നാ പോയി മിണ്ട്. പെണ്ണുങ്ങളോട് സംസാരിക്കണ അവന് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹേ, നീ എന്തൊക്കെ പറയണേ? ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാണ്. ആ ജൂലി ഇവന്റെ തോളുമ്മെ കൈയിട്ട് നിക്കണു. ദുഷ്ടൻ. സന്തോഷം അങ്ങോട്ട് നിക്കല്ലാണ്ട് എടുത്ത് മാറ്റണ കൂടിയില്ല. അത് ഇന്നലെ അല്ലേ? അപ്പൊ നീയും കണ്ടൂല്ലേ? ഈശ്വര, ഈ കോളേജ് മുഴുവൻ കണ്ടു എന്നാ തോന്നണേ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നടന്ന് സ്നേഹേ, ഞാൻ കണ്ടൂന്ന് മാത്രല്ല അവിടെ സംഭാഷണം കേട്ടു. എന്തുട്ടാ നീ കേട്ടത്? ജൂലി കൈവച്ചപ്പോ അശ്വിൻ എടുത്തു മാറ്റാൻ പറയണത്. സത്യം അല്ല, പച്ചക്കള്ളം. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാ മതി. അശ്ശോ, അപ്പൊ ഞാൻ ചെയ്തത് തെറ്റായിരുന്നുല്ലേ? പിന്നല്ലാണ്ട്. വെറുതെ ഞാൻ 2 ദിവസം നശിപ്പിച്ചു. നിനക്ക് എപ്പോഴാ വണ്ടി വരിക? എന്തേ, ഞാനിപ്പോ പോണോ? എന്റെ വണ്ടിയെ അതിന് തോന്നുമ്പോഴാണ് വരുന്നത്. ഞാന് ഒന്ന് അശ്വിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ചെല്ല്. എനിക്കതപ്പഴേ മനസ്സിലായി. എന്നെ ഇപ്പൊ നാണം കെടുത്തിട്ട് ഇങ്ങടേക്ക് വരണുണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ മൈൻഡ് അടിക്കില്ല. അശ്വിൻ,
അശ്വിൻ ഇങ്ങടേക്ക് വന്നിട്ടും കൂടി ഞാൻ മിണ്ടാത്തോണ്ട് പെണക്കായില്ലേ വീണ്ടും. അതെ, ഒരു തെറ്റിദ്ധാരണയായിരുന്നു ട്ടാ. ദേ ഇങ്ങടേക്ക് നോക്കിയേ, ഞാൻ സോറി പറയണു. ഇപ്പൊ ഇവള് പറഞ്ഞോണ്ടല്ലേ നിനക്ക് സോറി പറയാൻ തോന്നിയത്, ഇല്ലെങ്കിൽ നീ പിണങ്ങി തന്നെ ഇരിക്കുവായിരുന്നല്ലോ. അത് പിന്നെ നിനക്ക് എന്നെ വിശ്വാസമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ പറയരുത് ട്ടാ, എനിക്ക് ഭയങ്കര വിശ്വാസാണ്. വിശ്വാസം കൂടിയേണ്ടത് ഞാൻ കണ്ടു പിണങ്ങിയിരുന്നത്. അത് മറന്നേക്കട്ടാ. തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു ട്ടാ. വെൽക്കം. ഹാവൂ, എനിക്ക് ഇപ്പളാ ഒരു സമാധാനായ. ഇനി ഹായ് പറയാട്ടാ. ഹായ് പാർവതി, രാഹുൽ, റിച്ചു. കുഞ്ഞിക്കാട്ടൂന് എല്ലാവർക്കും ഇഷ്ടാവണുണ്ടല്ലോ അല്ലേ? എങ്കിൽ മുടങ്ങാതെ കാണണം, ലൈക്ക് ഇടണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം ട്ടാ.